ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ അമേരിക്കയിലെ സ്പ്രിംഗ് ഫീൽഡിലുള്ള ഒരു സ്ത്രീ തൻ്റെ കുട്ടികളെ എബ്രഹാം ലിങ്കൻ്റെ ഭവനം കാണിക്കുവാൻ കൊണ്ടുപോയി. ആ സന്ദർശനത്തിൽ ലിങ്കനെക്കുറിച്ചുള്ള ഒട്ടേറെ കഥകൾ അവർ തൻ്റെ കുട്ടികളോട് പറഞ്ഞു. അമേരിക്കയിൽ ഒരു കാലത്തിൽ നിലനിന്നിരുന്ന അടിമ വ്യാപാരം ലിങ്കൻ നിർത്തലാക്കിയ കഥയും അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു. ലിങ്കനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിട്ടായിരുന്നു അന്ന് കുട്ടികൾ മടങ്ങിപ്പോയത്. പിന്നീട് ഒരിക്കൽ ഈ സ്ത്രീയും കുട്ടികളും ലിങ്കൻ്റെ വീടിന് മുന്നിൽ കൂടി കടന്നു പോകാനിടയായി. അപ്പോൾ രാത്രിയായിരുന്നു. ലിങ്കൻ്റെ വീടിനുള്ളിൽ ലൈറ്റുകൾ തെളിഞ്ഞു കിടക്കുന്നത് കണ്ട് കൊച്ചുകുട്ടികളിൽ ഒരാൾ പറഞ്ഞു, അമ്മയെ നോക്കൂ, വീടിനുള്ളിലെ ലൈറ്റ് കെടുത്താതെയാണ് ലിങ്കൻ പോയത്. ഇത് കേട്ട ഉടനെ ആ അമ്മ പറഞ്ഞു, ശരിയാണ്, നമുക്ക് പ്രകാശം ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹം തൻ്റെ ലൈറ്റുകൾ കെടുത്താതെയാണ് പോയത്. ലിങ്കൻ്റെ ജീവിത മാതൃക ഇന്നും മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നു എന്നതിൻ്റെ സൂചനയായി ആ വിളക്കുകൾ ഒരിക്കലും കെടുത്താറില്ല. അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ ഒട്ടേറെ ആളുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോരോ രീതിയിൽ പ്രകാശം പരത്തുന്നുണ്ട്. ഗാന്ധിജിയും മദർ തെരേസയും നമ്മുടെ ജീവിതത്തിൽ പ്രചോദനം പകർന്ന പ്രസിദ്ധരായ വ്യക്തികളാണ്. എന്നാൽ അതുപോലെ തന്നെയോ അതിലേറെയോ നമ്മെ സ്വാധീനിക്കുന്നവരിൽ എളിയവരായ നമ്മുടെ മാതാപിതാക്കളോ അധ്യാപകരോ ബന്ധുക്കളോ സ്നേഹിതരോ ഒക്കെ ഉണ്ടാകും. അവരുടെയൊക്കെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന വിളക്കുകളാണ് നമ്മെ പലപ്പോഴും വഴി നടത്തുന്നതും നമുക്ക് ആത്മശക്തി പ്രദാനം ചെയ്യുന്നതും. മറ്റുള്ളവർ പലപ്പോഴും അവരുടെ നല്ല ജീവിത മാതൃകയിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്താറുണ്ട്. അതിനെക്കുറിച്ച് പലപ്പോഴും നാം നന്ദിയുള്ളവരാണ്. എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താനായി നാം എന്ത് ചെയ്യുന്നുവെന്ന് എപ്പോഴെങ്കിലും നാം സ്വയം ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ നല്ല മാതൃകയിലൂടെയും ബോധപൂർവമായ പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവർക്ക് പ്രചോദനവും ശക്തിയും നൽകാൻ നമുക്ക് സാധിക്കും. നാം നമ്മുടെ ജീവിതത്തിലെ വിളക്കുകൾ തെളിക്കുന്നത് നമ്മെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാകരുത്. മറ്റുള്ളവർക്ക് വെളിച്ചം പകരണമെങ്കിൽ ആദ്യം നമ്മിൽ തന്നെ വെളിച്ചമുണ്ടായിരിക്കണം. പക്ഷേ എങ്ങനെയാണ് നമ്മിൽ പ്രകാശമുണ്ടെന്ന് നാം ഉറപ്പുവരുത്തുക? സ്വാർത്ഥത വെടിഞ്ഞുള്ള ജീവിതമാണ് നമ്മുടേതെങ്കിൽ നമ്മിൽ പ്രകാശത്തിന് കടന്നു വരാതിരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. പ്രകാശത്തിൻ്റെ മനുഷ്യരായി നമുക്ക് മാറാനും നമ്മുടെ ജീവിത വിളക്കുകൾ എപ്പോഴും തെളിച്ചു നിർത്താനും നമുക്ക് ശ്രമിക്കാം.